നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളാണ്. അപ്പോൾ ഇന്ന് പണിയൊന്നും ഇട്ടില്ല. അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങ കൊത്തി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കേണ്ട ഭാഗമായി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിടാം നമുക്ക്. അപ്പോൾ ഇതാണ് തേങ്ങ. 10-20 തേങ്ങയുണ്ട്. നമ്മൾ തേങ്ങ പുറത്ത് കൊടുക്കുന്നില്ല. നമുക്ക് നമ്മളെ ആവശ്യത്തിന് എണ്ണയ്ക്ക് വേണ്ടി മാത്രം കൊത്തുന്നതാണ്. അപ്പോൾ ഇത് ഇളക്കേണ്ട ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. ഇളക്കുന്നത് കാണിച്ചില്ല. പിന്നെ ഇവിടെ കുറച്ച് തേങ്ങ ഉരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊത്തി പൊളന്നിട്ടുണ്ട്. അതും ഇളക്കിയിടണം. അത് നിങ്ങൾക്ക് കാണിച്ചില്ല. എങ്ങനെ ഇളക്കുന്നത് കാണിച്ചില്ല. ഇതാണ് ആ സമയത്ത് ആക്കാം. അല്ല, തേങ്ങ ഇന്ന് ഇളക്കിയെടുക്കുന്ന സാധനമാണിത്. ഇത് ഇങ്ങോട്ട് വന്ന പോലെ. അപ്പോൾ ഇതാണ് തേങ്ങ ഇന്ന് ഇളക്കിയെടുക്കുന്ന സാധനം. ഇത് വളരെ കഷ്ണമാണ്. ഇരുമ്പിനെ നമുക്ക് ഉണ്ടായി ഞാൻ അച്ഛൻ ഉണ്ടാക്കി അത് കാണുന്നില്ല. അപ്പോൾ ഇതിനെ കൊണ്ട് ഇളക്കിയിടും. നമുക്ക് കാണിച്ചില്ല. ഇങ്ങനെയാണ് ഇളക്കിയിരുന്നത്. കണ്ടോ? പെട്ടെന്ന് തേങ്ങ ഇളക്കുന്ന പാകം എന്ന് പറഞ്ഞാൽ 2 വെയിലാണ്. 2 വെയിലുണ്ട് ഉണ്ടായത് നമുക്ക് തേങ്ങ ഇളക്കിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കൊപ്ര ഉണങ്ങേണ്ടത് ഞാനൊരു 10-12 വെയിലുള്ളൂ. എന്നാൽ നല്ല എണ്ണ കിട്ടും നമുക്ക്. കാരണം ശരിക്കും 9 വെയിൽ മതി. ഞാനൊരു 10-12 വെയിലുള്ളൂ. ശരിക്കും അത്ര കൊപ്രമായിട്ട് ഉണങ്ങുന്ന അത്ര എണ്ണ കൂടുതലാണ്. കൊടുക്കാൻ വേണ്ടിട്ട് ചട്ടക്ക് ഉറുപ്പല്ലേ കൊണ്ട് ഇതങ്ങ് വേണം. എണ്ണീറ്റുണ്ടോ കേട്ടോ? എന്നാൽ എനിക്ക് അവർ കറക്റ്റ് എണ്ണം പറയാം. നമ്മൾ തേങ്ങ കോരിടുന്നത് എടുത്ത് വെക്കുന്നതാണ്. അമ്മമ്മയും മറ്റേതാണൊക്കെ ഇതെടുക്കുന്നതാണ്. കൊപ്പറ അമ്മമ്മ അങ്ങാടിട്ടാക്കുന്നത്. അമ്മമ്മ കത്തിയും കൊണ്ടും അച്ഛൻ മുളയേറെ സാധനം കൊണ്ടാക്കുന്നത്. കത്തി കൊണ്ട് അമ്മമ്മ എങ്ങനെ ആക്കും നോക്കിയിട്ടില്ല. എന്നെക്കൊണ്ടാവും അമ്മൂമ്മേ? എന്നെക്കൊണ്ടാവൂല അമ്മൂമ്മേ. പോയിട്ടാ ഇത് അമ്മൂമ്മ ആക്കിയത്. 2 ആക്കിയല്ലേ? 2 ആക്കിയ അമ്മൂമ്മ. ഇതാ 3ാമത്തെ ഉണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ടാവും. അപ്പോൾ മുളേനെ കൊണ്ടാവും, കത്തി കൊണ്ടാവും. ഇപ്പം തേങ്ങന്ന് ഇളക്കിയ കൊപ്ര കുഞ്ഞോ ഉണക്കി കൊടുക്കുകയാണ്. അങ്ങനെ തേങ്ങ ഇളക്കി കഴിഞ്ഞിട്ടാ ഇപ്പോൾ കൊപ്ര ഉണക്കാനിട്ടിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോ ആയി പിന്നെ വരാം. ഓക്കെ.